ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. അടിയന്തര പ്രമേയം കൊണ്ട് പ്രതിപക്ഷം എന്ത് നേടി? ഉന്നയിച്ച ഏതെങ്കിലും വിഷയത്തിൽ മുൻതൂക്കം നേടാനായോ? പ്രതിപക്ഷ നിരാശയായിരുന്നു ഫലം. അന്വേഷണം നടത്തി ADGPക്കെതിരെ നടപടിയെടുത്തത് സർക്കാരിന് വിശദീകരിക്കാനായി. RSS ബന്ധം ആരോപിച്ച പ്രതിപക്ഷത്തെ അത് തിരിഞ്ഞുകൊത്തി. വർഷവും തീയതിയും പറഞ്ഞാണ് കോൺഗ്രസ് RSS ബന്ധത്തെ ഭരണപക്ഷം അവതരിപ്പിച്ചത്. പല സമയത്തും പ്രതിപക്ഷം ചരിത്ര ക്ലാസ്സിലെന്ന പോലെ നിശബ്ദം കേട്ടിരുന്നു. RSS ചങ്ങാത്തത്തിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെ പിടിച്ചപ്പോൾ പ്രതിരോധിക്കാൻ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിസ്സംഗതയോടെ പ്രതിപക്ഷാംഗങ്ങൾ കണ്ടിരുന്നു. അക്ഷരാർത്ഥത്തിൽ മലപ്പുറം പറഞ്ഞു കുടുങ്ങി. ജനസംഘത്തോടൊപ്പം മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തവരല്ലേ കോൺഗ്രസ് എന്ന ചോദ്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചീട്ട് കീറി. കോൺഗ്രസിനെ സഹായിക്കാൻ ലീഗിന് പോലും സാധിച്ചില്ല. പണ്ട് EMS സർക്കാർ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ലീഗ് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. CH മുഹമ്മദ് കോയയുടെ കോൺഗ്രസ് വിമർശനം സഭയിൽ പാറി. ലീഗ് MLA ഷംസുദ്ദീൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതൊഴിച്ചാൽ ലീഗിൻ്റെ സ്ഥിതിയും കഷ്ടമായിരുന്നു. എങ്ങും തൊടാതെ കുഞ്ഞാലിക്കുട്ടി. കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന MK മുനീറിൻ്റെ സ്വർണ്ണക്കടത്തുകാരുമായുള്ള കൊടുവള്ളി ബന്ധം ചർച്ചയായത് അദ്ദേഹത്തെയും വലച്ചു. അടിയന്തര പ്രമേയ ചർച്ചയിൽ അൻവർ അപ്രസക്തനാവുന്നതും കണ്ടു. സഭ പിരിഞ്ഞയുടൻ PV അൻവർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണാൻ രാജ്ഭവനിലേക്ക് പോയി. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രേംകുമാർ MLA CPIM, വസന്ത് സിറിയക് കോൺഗ്രസ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. നമുക്ക് ചർച്ച ശ്രീ ജയചന്ദ്രനിൽ നിന്ന് ആരംഭിക്കാം. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ഇന്നത്തെ ഈ അടിയന്തര പ്രമേയ ചർച്ച 12 മണിക്ക് ആരംഭിച്ച് 2 മണിക്ക് അവസാനിക്കുമെന്ന് തീരുമാനിച്ച അടിയന്തര പ്രമേയം ഏതാണ്ട് അവസാനിച്ചത് 3:30 മണിയോടുകൂടിയാണ്. നിരവധിയായ വിഷയങ്ങൾ കടന്നു. നമുക്കതിലേക്ക് പലതിലേക്കും വരാം. താങ്കൾ ഈ ആകെ മൊത്തം പൊതുവിൽ എങ്ങനെ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ, ഞാൻ ആദ്യം ചോദിച്ചതുപോലെ പ്രതിപക്ഷം കൊണ്ടുവന്നതാണല്ലോ അടിയന്തര പ്രമേയം, ആ അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം എന്തു നേടി എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന്, അല്ലെങ്കിൽ അതിനെ നേരിട്ട സർക്കാർ ഏത് നിലയിൽ അതിനോട് പ്രതികരിച്ചു എന്നൊരു പൊതു ചോദ്യത്തിലേക്ക് വന്നാൽ താങ്കളുടെ ഒരു നിരീക്ഷണം എന്താവും? അതെ ശരത്, ഈ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണം എന്ന് പറയുന്നത് ഇന്നലത്തെ സംഭവങ്ങൾ മറന്നുകൊണ്ട് നമുക്ക് ഇന്നത്തേതിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളുടെ നോട്ടീസ് നക്ഷത്രചിഹ്നം ഇടാത്തവയെ പരിഗണിച്ചത് സംബന്ധിച്ചുള്ള പരാതിക്ക് സ്പീക്കർ സഭയിൽ റൂളിംഗ് നൽകി. അതുമായി ബന്ധപ്പെട്ടാണല്ലോ ആക്രമണം പോലെയുള്ള പ്രതിഷേധം കെട്ടഴിച്ച് വിടുന്നത്. സ്പീക്കറുടെ മുഖം മറച്ച അടക്കമുള്ള സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനുള്ള പരിശ്രമങ്ങൾ അടക്കമുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് വ്യക്തമായും സഭയുടെ അവകാശ ലംഘനമാണ് എന്നറിയാത്തവരൊന്നുമല്ല അതിന് നേതൃത്വം നൽകിയത്. ഇന്നും ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച സണ്ണി ജോസഫ് ഷംസുദ്ദീൻ അടക്കം ഉള്ള ആൾക്കാർ അതിലുണ്ടായിരുന്നു. അത് ഈ അംഗങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിയമസഭയിൽ അതിന് മറുപടി വരുന്നത് വരെ നിയമസഭയുടെ ചട്ടപ്രകാരം അത് മാധ്യമങ്ങളോടോ മറ്റു തരത്തിലോ പരസ്യപ്പെടുത്തിക്കൂടാ എന്ന ചട്ടം തന്നെയുണ്ട്. അത് മറികടന്നുകൊണ്ടാണ് മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇത്തരം കാര്യങ്ങൾ പറയുകയും ചില മാധ്യമങ്ങൾ, മനോരമ അടക്കമുള്ളവ എഡിറ്റോറിയൽ തന്നെ എഴുതിയിരുന്നു ഇക്കാര്യത്തിൽ. അതടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും അത്തരക്കാർക്കെതിരെ അവകാശ ലംഘനത്തിന് ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന സർക്കാരാണ് ഇന്നലെയും ഇന്നും കണ്ടത്. അതേസമയം ആ പ്രവണത അങ്ങനെ അനുസ്യൂതം ഏത് കാലത്തും തുറന്നുകൊണ്ട് പോകാനാവില്ല എന്നുള്ളതിന് തന്നെയാണ് താക്കീതായിട്ട് ഇന്ന് അത്തരക്കാരെ താക്കീത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. അത്രയുമാണ് സംഭവിച്ച ഇന്നത്തെയും കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അതുകൂടെ ചേർത്ത് പറഞ്ഞത്. വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല, പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നലത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ. പക്ഷേ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ ഇന്നലത്തെ വിഷയം തന്നെയാണല്ലോ ഇന്നും വന്നത്. ഇന്നത്തെ കേൾക്കാം ജയചന്ദ്രൻ പറയും. അതെ, ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണാനുമതി കിട്ടിക്കഴിഞ്ഞ് 12 മണി മുതൽ ചർച്ച ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം അവതാരകൻ ഉൾപ്പെടെ പിന്നീട് സംസാരിച്ചവരുടെ എല്ലാം വാക്കുകളിൽ ഒരു ആത്മവിശ്വാസമില്ലായ്മ ഉടനീളം പ്രകടമായിരുന്നു. ആ ആത്മവിശ്വാസമില്ലായ്മയാണ് ഇന്ന് നമ്മൾ ആ അടിയന്തര പ്രമേയ ചർച്ചയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടത്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോഴൊക്കെ
അതിനെ ഇരട്ടി ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഭരണപക്ഷം അക്കാര്യത്തിൽ പ്രതിരോധം തീർക്കുന്നതും ആ പ്രതിരോധത്തിൽ കീഴ്പ്പെട്ടു പോകുന്ന പ്രതിപക്ഷത്തിനെയാണ് സഭയിൽ നിന്ന് അടിയന്തര പ്രമേയത്തിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത്. അതായിരുന്നു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഇതായിരുന്നല്ലോ പിന്നെ ADGP അജിത് കുമാറിൻ്റെ വിഷയം. പിന്നീട് ഹിന്ദുവിൻ്റെ പ്രശ്നം, അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ച ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ആ വിഷയത്തിൽ വളരെ ഈ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് സംസാരിക്കാനായിട്ട് മുതിർന്നത് തന്നെ. പ്രതിപക്ഷ നേതാവ് മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാനത് ആ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആകത്തുകയെന്ന് പറയുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ശ്രീ MK മുനീർ ഈ ചർച്ച തീരാറായപ്പോഴാണ് കൊടുവള്ളിയിലെ പ്രശ്നം സംബന്ധിച്ച് പറഞ്ഞതിന് അബുലൈസിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വർണ്ണ കടത്ത് കേസിലെ പ്രതിയായിരുന്ന കോഫെ-പോസ പ്രതിയായിരുന്ന അബുലൈസിൻ്റെ കാര്യത്തിൽ വിഷയം ഉന്നയിച്ചതിന് അതിശക്തമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ഞാനന്നേരം പെട്ടെന്ന് ഓർത്തത് പിന്നെ അദ്ദേഹം ഇപ്പം പ്രതിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം MK മുനീർ ന്യായീകരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തത് ഇതൊന്നും ബാധകമായില്ലല്ലോ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ പിന്നെ മറ്റേ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചില ചർച്ചകൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായോ അന്വേഷണ ഏജൻസി. കുറ്റപത്രം വരെ കൊടുത്ത കേസാണെന്ന് ഓർക്കണം. കുറ്റപത്രം വരെ കൊടുത്ത കേസിൽ അതിനൊന്നും യാതൊരു വിഷമവും ഇപ്പോഴും ആർക്കുമില്ല. പക്ഷേ അബുലൈസ് എന്ന് പറഞ്ഞൊരു കക്ഷി കോഫെ-പോസ പ്രതിയായിരുന്ന ആളിനെ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോഴാണ് പിന്നെ ഡോക്ടർ MK മുനീറിനടക്കം വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞത്. ഏതായാലും സ്പീക്കർ അക്കാര്യത്തിൽ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ പരത്തി പറയാനുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് അത് എടുത്തത്. എന്നാൽ വിഷയത്തിൻ്റെ ക്രക്സിലേക്ക് വരുന്നതിന് പകരം സംഭവിച്ചത് എന്തായിരുന്നു? ഞാൻ ഈ ഹിന്ദു വിഷയം മാത്രമാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് തുടക്കത്തിൽ പറയുന്നത്. ബാക്കി ഏത് വിഷയങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇന്ന് ചർച്ചയിൽ വന്ന വിഷയങ്ങൾ പറയാൻ തയ്യാറാണ്. ആ വിഷയത്തിൽ ശരത്തെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പിന്നെ ഇവരെപ്പോഴും ബോധപൂർവം മറച്ചു വെക്കുകയും ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. ഹിന്ദുവിൽ വന്ന ഒരു പരാമർശം താൻ പറഞ്ഞു തരാതെ മുഖ്യമന്ത്രി പിന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതിന് ശേഷവും പിന്നീടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അത് പറയാതിരിക്കാനും പറ്റില്ല. എന്താണ് മുഖ്യമന്ത്രി പിന്നെ നേരത്തെ പറഞ്ഞിരുന്നത്? 21ാമത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഹിന്ദുവിൽ അതിൻ്റെ ഹ്രസ്വരൂപമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്. ഒരു കാര്യം അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്. അത് ഒരു വിധത്തിലും അനുവദിക്കില്ല. പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം 21ാം തീയതി പറഞ്ഞത്. അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇൻ്റർവ്യൂവിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പം വളരെ ചെറുതായിട്ടാണ് എങ്കിലും അതിൻ്റെ അകത്ത് വരുന്നത് എങ്ങനെയാണ്? ദിസ് മണി ഈസ് എൻ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്. പിന്നെ നാടിനെതിരായ കുറ്റകൃത്യം എന്നുള്ളതിനാണ് ആൻറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നൊന്ന് മാത്രമാണ് ഈ ട്രാൻസ്ലേഷനിൽ സംഭവിച്ച ഒരു പിശകായിട്ട് വേണമെങ്കിൽ പറയാവുന്നത്. അതിനാണ് ഹിന്ദു മാപ്പ് പറഞ്ഞത്. അപ്പോൾ അവിടെ ആ വിഷയം തീരണം. അതിന് പകരം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ആൾ ആരാണെന്ന് കണ്ടെത്തി നിങ്ങളെന്താണ് പിടികൂടാത്തത് എന്ന് പറഞ്ഞ വ്യാജ നിർമ്മിതികളുമായിട്ടാണ് ഇറങ്ങുന്നത്. അത്തരം കാര്യങ്ങൾ ചർച്ചയിൽ അവതരിപ്പിക്കാനും പറയാനും കഴിഞ്ഞു. അവിടെ അടിസ്ഥാനപരമായി താങ്കൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെ ഒന്ന് ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പ്രതിരോധത്തിലാക്കാൻ കഴിയും വിധം ആ അഭിമുഖത്തെ ഉന്നയിക്കുന്നത് ഈ വിഷയം ഉന്നയിച്ചാണ്. ആ വിഷയം അഭിമുഖം പ്രസിദ്ധീകരിച്ച ആ മാധ്യമം തന്നെ അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുന്നതോടുകൂടി ആ വിഷയം ആ അർത്ഥത്തിൽ കഴിയുകയാണ്. അവിടെയാണ് അതിലെ പ്രശ്നം. പക്ഷേ അതിൻ്റെ മറ്റൊരു സാങ്കേതിക അർത്ഥത്തിൽ പിടിച്ചിട്ടാണ് പ്രതിപക്ഷം മറ്റൊരു നിലപാട് മുന്നോട്ട്. ഇവിടെ താങ്കൾ പറഞ്ഞല്ലേ PK കുഞ്ഞാലിക്കുട്ടിയും ഇതേക്കുറിച്ച് പറഞ്ഞത് ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ഈ സ്റ്റേറ്റ് എന്ന് വരുന്നത് നിങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് ഭരണപക്ഷത്തെ നോക്കി ഇന്ന് ചോദിക്കുകയുണ്ടായി. CMൻ്റെ പേരിൽ അത് എൻഡോഴ്സ് ചെയ്തില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ആ ഒരൊറ്റ പോയിന്റിൽ മാത്രമാണ് അദ്ദേഹം നിന്ന് ആകെ സംസാരിച്ചൊരു പോയിൻ്റ് അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണപക്ഷത്ത് നിന്ന്
എനിക്ക് തോന്നുന്നു നിയമമന്ത്രി തന്നെയാണ്, പി രാജീവ് തന്നെയാണ് എണീറ്റിട്ട് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ലല്ലോ, മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ചു, രേഖാമൂലം തന്നെ ആ പത്രത്തെ അറിയിച്ചു, ആ പത്രം അത് സമ്മതിച്ചു, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറയാത്തതാണ് ഞങ്ങൾ അതാണ് ഞങ്ങളുടെ ഭാഗത്തെ തെറ്റ് എന്ന് പറയുന്ന ഒരു വ്യാജ പ്രസ്താവനയെ, തെറ്റായ പ്രസ്താവനയെ വീണ്ടും മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംസാരിക്കുന്നതിലെ ഒരു അപാകത കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെ സഭയിൽ അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. ഞാൻ വസന്ത് സിറിയക്കിലേക്കൊന്ന് വരികയാണ്. വസന്ത്, ഇന്നത്തെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഔട്ട്കം, ഫലം എന്താണ്, പ്രതിപക്ഷം എന്ത് നേടി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ പലതായി സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഒന്നാമത്തെ പ്രശ്നം ADGPക്ക് നേരെയുള്ള നടപടി. ഈ വിഷയത്തിൽ എടുത്ത നടപടികൾ, അന്വേഷണം നടത്തി എടുത്ത നടപടികൾ സർക്കാരിന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചെലവിൽ ജനങ്ങളോട് പറയാനായില്ലേ എന്നുള്ളതല്ലേ വളരെ പ്രധാനപ്പെട്ട. അതിൽ വളരെ വളരെ ഫലപ്രദമായി ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ കുരുക്കാനേ കഴിഞ്ഞിട്ടില്ല. തെളിവ് എന്നൊരു പരാമർശം ഇൻ്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അവിടെയും ഈ മുമ്പ് പറഞ്ഞതുപോലെ നിയമമന്ത്രി അടക്കം, പാർലമെൻ്ററി കാര്യമന്ത്രിയാണ് മറുപടി പറഞ്ഞത്, നിയമമന്ത്രി പി രാജീവ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെളിവ് സഭയിൽ ഹാജരാക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടില്ല എന്ന് സർക്കാർ വിശദീകരിക്കുമ്പോഴും തെളിവുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് തന്നെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പിന്നോട്ട് പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചെലവിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ, അന്വേഷണം നടത്തി ചിട്ടയായി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനായില്ലേ? അല്ല ശരത്, നോക്കൂ, ഇപ്പൊ സർക്കാർ അങ്ങനെ ഒരു അന്വേഷണം നടത്തി, എന്നിട്ട് നിങ്ങളുടെ ADGPയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നിരിക്കട്ടെ, പിന്നെ എന്തിനാണ് നടപടി സ്വീകരിച്ചത്? ഇനി ADGPയുടെ ഭാഗത്ത് നിന്നൊരു പ്രശ്നം ഉണ്ടായി എന്നിരിക്കട്ടെ, അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് വേണമായിരുന്നോ സർവ സന്നാധിപനായ സുപ്രീം യാസ്കിനായ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് തന്റെ കീഴിലെ പോലീസ് സേനയിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ, തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ ഒരാൾ RSSന്റെ ദേശീയ ഉപാധ്യക്ഷൻ ഹൊസബുള്ളയെ കാണാൻ പോയി എന്നതറിയാൻ 1 വർഷം കഴിഞ്ഞ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം. 2, ശ്രീ MJയുടെ ഒരു പ്രധാനപ്പെട്ട വാദം ഞാൻ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ഹിന്ദു തിരുത്തിയല്ലോ, പിന്നീട് എന്തിനാണ് ആ സ്റ്റേറ്റ്മെന്റിന് പുറകെ നിങ്ങൾ പിടിച്ചു തൂങ്ങുന്നത്? ഹിന്ദു എന്താണ് തിരുത്ത് നടത്തിയത്? ഹിന്ദു പറഞ്ഞത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നില്ല, അപ്പോ ഹിന്ദു സ്വമേധയാ ആ പരാമർശം നടത്തിയെന്നാണോ ഹിന്ദു പറയുന്നത്? അല്ല, ഹിന്ദു പറയുന്നത് ഇങ്ങനെ ഒരു ആ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തു, ഞങ്ങളെ സമീപിച്ചു. മുഖ്യമന്ത്രിയെ ഞങ്ങൾ സമീപിക്കുകയല്ല, ഞങ്ങളെ ആ ഏജൻസി സമീപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് ശേഷം ആ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെന്ന് വിശ്വസിപ്പിച്ച 2 പേർ, അതിലൊന്ന് മുൻ ആലപ്പുഴ MLAയുടെ CPM MLAയുടെ മകൻ കൂടിയാണ്. ഞങ്ങൾക്ക് ഒരു കുറിപ്പടി നൽകുന്നു, ഇതുകൂടി അതിൽ ആഡ് ചെയ്യണമെന്ന്. നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏൽക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഏറ്റവും പ്രധാനപ്പെട്ട കറയായി മാറേണ്ടിയിരുന്ന ഒരു ഇന്റർവ്യൂ ആണല്ലോ അത്. നിങ്ങളുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. കറയായി മാറി എന്നത് ജനത്തിന് മനസ്സിലായി, പ്രതിപക്ഷത്തിന് മനസ്സിലായി. ഇനി നിങ്ങളുടെ ഭാഷയിൽ ചിന്തിച്ചാൽ പോലും അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ വെണ്മയിൽ പതിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറയാണ്. ആ കറ ഉണ്ടാക്കാൻ കാരണക്കാരായത് ഹിന്ദു അല്ല എന്ന് ഹിന്ദു പറയുന്നു. നിങ്ങളല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പ്രസ് സെക്രട്ടറി വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ അതിന് കാരണമായത് ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതിന്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി CPM-ന് മേലല്ലേ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടായി. ആ ആക്ഷൻ നടത്തിയത് ഒരു PR ഏജൻസി ആണെന്ന് പറയുന്നു. ഈ പോയിന്റിൽ വസന്ത് പറഞ്ഞ ഞാൻ വരാം, ഈ പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് അടുത്തയിലേക്ക് പോകാം. വസന്ത്, നിങ്ങൾ പറഞ്ഞത് വ്യക്തമായി. ഇതിലൊരു കാര്യം, ഇപ്പോൾ വസന്തിനോട് എൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് ഇക്കാര്യങ്ങളിൽ എത്രമാത്രം സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ ഈ പൊതു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സഭയ്ക്ക് പുറത്ത് നടത്തിയിട്ടുള്ള മുൻ പ്രതികരണങ്ങളിലേക്കാണ് വസന്ത് കൂടുതലായി പോയത്. പക്ഷേ ശ്രീ പ്രേംകുമാർ MLA അപ്പോഴും പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചൊരു ചോദ്യം ഇതിൽ അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ്. നിശ്ചയമായും ഒരു അഭിമുഖത്തിൻ്റെ ഉത്തരവാദിത്വം ആ മാധ്യമത്തിനാണ്, ആ മാധ്യമം അത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഒരു PR ഏജൻസിയുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു മാധ്യമ സ്ഥാപനമാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്തിയത്, അതിൽ തർക്കമൊന്നുമില്ല.
അതിൽ അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നും അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയാത്ത കാര്യം കൊടുത്തതിലുള്ള ഞങ്ങൾക്ക് പറ്റിയ തെറ്റിനെയും അവർ തുറന്നു കാട്ടിയിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം എന്നുള്ളതിൽ ഹിന്ദു അഡ്മിറ്റ് ചെയ്യുന്നതോട് തീരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിന് ഒരു നല്ല വെപ്പൺ ഇതിനിടയിലെ PR ഏജൻസി എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവും ഇന്ന് ചോദിച്ചത് ആ PR ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കുമോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അവശേഷിക്കുന്ന ഒരു ചോദ്യം. യഥാർത്ഥ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം ശ്രീ പ്രേംകുമാർ, ADGPക്കെതിരെ എടുത്ത നടപടി, അതിൻ്റെ അന്വേഷണം, അതിൻ്റെ ചിട്ട, സർക്കാർ കൊടുത്ത ഉറപ്പ്, അപ്പോഴും പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ്, സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. പക്ഷേ റിപ്പോർട്ട് വന്ന് 24 മണിക്കൂറിനകം നടപടി സ്വീകരിക്കുന്നത് കേരളം കണ്ടു കഴിഞ്ഞതാണ്. അത്തരമൊരു വിവരം സർക്കാരിന് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നതാണോ ഇന്നത്തെ ഒരു അനുഭവം? അതോ ഏതെങ്കിലും നിലയ്ക്ക് പ്രതിപക്ഷത്തിന് സർക്കാരിനെ കുറെ കൂടി ശക്തമായി, ഇപ്പോൾ തെളിവുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ആ നിലയിലൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഭരണപക്ഷത്തിൻ്റെ നിലപാടെന്താണ് ഈ വിഷയവുമായി ബന്ധിപ്പിച്ചും ഒപ്പം PR ഏജൻസിയുമായി ബന്ധപ്പെട്ടും? പ്രേംകുമാർ, ഇന്ന് കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം അനുവദിച്ചതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം വെട്ടിലാവുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി ആ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞത് ഇന്നലത്തേതുപോലെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന്മേലുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. അടിയന്തര പ്രമേയം അനുവദിച്ച ഘട്ടത്തിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ല എന്നും സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഇന്ന് സഭാതലത്തിൽ പറയാൻ ഇന്ന് കേരളത്തിൻ്റെ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിക്കും ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾക്കും എല്ലാം സാധിച്ചിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്താണ് സർക്കാരിൻ്റെ നിലപാട്? ആദ്യം PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് വരാം. കേരളത്തിലെ ഗവൺമെൻറ്റിന് പബ്ലിക് റിലേഷൻസ് വകുപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നടപടികൾ പ്രസിദ്ധപ്പെടുത്താനുള്ള സംവിധാനമല്ലാതെ മറ്റൊരു PR ഏജൻസിയും ഇല്ല എന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ PR ഏജൻസി ആർക്കാണുള്ളത്? കനകോലുവിനെ കമ്മിറ്റിയിൽ വിളിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം നയം രൂപീകരിക്കുന്ന കോൺഗ്രസ്സിന് ഏത് വാർത്താ സമ്മേളനത്തിൽ ഏത് നിലയിലുള്ള പെശകുണ്ടായാലും ആ പെശക് ഏറ്റുപറഞ്ഞ് ആ മാധ്യമം ഖേദം പ്രകടിപ്പിച്ചാലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അതിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പറഞ്ഞാലും ഒന്നും അവർക്ക് വിശ്വാസമാകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞയാളും സമ്മതിക്കുന്നു, കേട്ടയാളും സമ്മതിക്കുന്നു, അത് സംബന്ധിച്ച് തിരുത്തു കൊടുക്കുന്നു. ഇല്ലാത്ത PR ഏജൻസിയുടെ പേരിൽ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാനും വെട്ടിലാക്കാനും കഴിയുക? അവിടെ വളരെ കൃത്യമായി പറഞ്ഞ അന്വേഷണ ആവശ്യത്തിൽ പ്രസക്തിയില്ല എന്നാണോ ഭരണപക്ഷത്തിന്റെ സർക്കാരിന്റെ നിലപാട്? അല്ല, അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പറ്റുമോ? കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല എന്നിരിക്കെ പിന്നെ PR ഏജൻസിയെ പറ്റി ഒരു അന്വേഷണം നടത്താൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഇവിടെ ഫ്ലോറിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ പ്രതിപക്ഷ നേതാവോ പറയട്ടെ. അങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റുമോ PR ഏജൻസിയെ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന ആളുകളെ PR ഏജൻസിയായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രി അത് ആ PR ഏജൻസിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് പറയട്ടെ, വ്യക്തമാക്കട്ടെ. വസന്ത് വളരെ ക്യുക്കായി അതിൽ മാത്രം, ഞാൻ അദ്ദേഹത്തിൻ്റെ സമയത്തിൽ നിന്നാണ് അങ്ങോട്ട് വരുന്നത്, ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയതുകൊണ്ട് വേഗം വേണം. അദ്ദേഹത്തോട് ഏറ്റവും ചെറിയ ചോദ്യം, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് ആരാണ്? അവർക്ക് എങ്ങനെയാണ് അവിടേക്ക് കടന്നുകൂടാൻ പറ്റിയത്? മുഖ്യമന്ത്രിയുടെ ഒരു പേഴ്സണൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കടന്നുകൂടാൻ പറ്റിയത്? കടന്നുകൂടാൻ എന്ന് പറയുന്നതിൽ ഒരു നെഗറ്റീവ് സെൻസ് ഉണ്ട്. അതുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ ശ്രീ പ്രേംകുമാർ? പക്ഷേ അതിലടക്കം ഒരു ദുരൂഹതയോ സംശയാസ്പദമായ സാഹചര്യം നിലനിർത്തുന്നു, ഹിന്ദുവിൻ്റെ ആ വാർത്താക്കുറിപ്പിനെ മുഖവിലക്കെടുക്കുന്നു. ഇത് വെച്ചുകൊണ്ടാണ് സർക്കാർ അന്വേഷിക്കുമോ എന്ന ചോദ്യത്തിൽ പ്രതിപക്ഷം നിൽക്കുന്നത്. അല്ല, ഈ PR ഏജൻസിയുടെ വിഷയത്തിനപ്പുറത്ത് അടിസ്ഥാനപരമായ ചോദ്യം എന്താണ്? അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? കേരളത്തിലെ ഗവൺമെൻറ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. അഥവാ കേരളത്തിലെ ഏത് ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനായാലും അവർ ചെയ്യുന്ന എല്ലാ തിന്മകളെയും സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലേ അടിസ്ഥാനപരമായ പ്രശ്നം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഇന്നേ വരെ DGPയെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഉയർന്നു വന്ന ആരോപണത്തിൻ്റെ ഗൗരവമനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നു. ആ ടീമിൻ്റെ ചുമതല പ്രകാരം ശ്രീ പ്രേംകുമാർ, അത് താങ്കൾ പറയുന്ന പോലെ അതും ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ട കാര്യമാണ്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാനാവില്ല, അതിന് ശരിയായ അന്വേഷണം വേണം. അത് വളരെ ശരിയായ കാര്യമാണ്. സംസ്ഥാന പോലീസ് മേധാവിക്ക് 30 ദിവസം കൊടുത്തു, 33ാമത്തെ ദിവസം റിപ്പോർട്ട് വന്നു, 24 മണിക്കൂറിനകം നടപടിയിലേക്കും പോയി. ഇതാണ് സംഭവിച്ചത്. പക്ഷേ എൻ്റെ ചോദ്യം, ഇത് ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിൽ
പ്രതിപക്ഷത്തിന് ആ നടപടികളെ എത്രമാത്രം ചോദ്യം ചെയ്യാനായിട്ടുണ്ട്? അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഭരണപക്ഷം അംഗീകരിച്ചും തരില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ സ്വാഭാവികമായും താങ്കൾ പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ചില തെളിവുകളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തെളിവ് അവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് സൂചിപ്പിക്കുന്നത്, കേരള നിയമസഭയ്ക്കകത്ത് ഇന്നലെയും ഇന്നുമായി UDF അടിയന്തര പ്രമേയത്തിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച കാര്യം എന്താ? ഇന്നലെ പറയാൻ ഉദ്ദേശിച്ച അജണ്ട ഇന്ന് ADGPയുടെ വിഷയത്തിൽ പ്രമേയ അവതാരകൻ ഒളിച്ചു കടത്തിയല്ലോ. ഇന്നലെ പറഞ്ഞത് മലപ്പുറത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്ന് ADGP വിഷയമാണെങ്കിൽ അതിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടാണോ പ്രമേയ അവതാരകൻ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതല്ലല്ലോ. അദ്ദേഹം ആ കൂട്ടത്തിൽ മലപ്പുറം ജില്ലയുടെ ബഹുസ്വരതയ്ക്കപ്പുറത്ത് മലപ്പുറം ജില്ല എന്നാൽ മുസ്ലിങ്ങളുടെ ജില്ലയാണ് എന്നും ആ ജില്ലയെയും അവിടെ വന്ന കേസുകളെയും സംബന്ധിച്ച് പ്രതിപാദിച്ചാൽ അത് മുസ്ലിം സമുദായത്തിന് എതിരായി മാറുമെന്നുമുള്ള പൊതു താല്പര്യവും പൊതുബോധവും നെറേറ്റീവും സൃഷ്ടിക്കാനുള്ള വലിയ പരിശ്രമമല്ലേ നടത്തിയത്? അതിനെയല്ലേ യഥാർത്ഥത്തിൽ ഇന്ന് നിയമസഭയിൽ പൊളിച്ചടുക്കിയത്? ഞാൻ സൂചിപ്പിക്കുന്നത്, പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഖുറാനിൽ സ്വർണം കടത്തിയെന്ന് ജലീലിനെ പറ്റി ആരോപണം വന്നപ്പോൾ, അത്തരമൊരു നെറേറ്റീവ് വന്നപ്പോൾ അത് വാസ്തവ വിരുദ്ധമാണോ അല്ലയോ എന്ന് ബോധ്യമായപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ ഈ മലപ്പുറത്തിൻ്റെ വികാരം പറയുന്നവർ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചോ? സ്വീകരിച്ചില്ലല്ലോ. അപ്പോൾ ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ള കേരളത്തെ വർഗീയമായി ചേരിതിരിക്കാനുള്ള താല്പര്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു പരിശ്രമമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾക്ക് വഴിവെച്ചു കൊടുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എക്കാലത്തും സ്വീകരിച്ചത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ചരിത്രം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള അവസരം യഥാർത്ഥത്തിൽ ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് പട്ടാമ്പിയിൽ EMS മത്സരിച്ച സന്ദർഭത്തിലായാലും അതുപോലെ തന്നെ AKG പാലക്കാട് മത്സരിച്ച സന്ദർഭത്തിലായാലും എന്തായിരുന്നു കോൺഗ്രസിന്റെ സമീപനം പോയിന്റായിട്ട് തന്നെ എടുക്കാം. ഇവിടെ വസന്ത്, ഞാൻ അതിനുശേഷം ജയചന്ദ്രനിലേക്കും ശ്രീ പ്രേംകുമാറിലേക്കും വരാം. ഇതിന് രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഈ CPIM-ന് മേൽ, സർക്കാരിന് മേൽ, മുഖ്യമന്ത്രിക്ക് മേൽ RSS ബന്ധം ആരോപിക്കാനുള്ളൊരു വ്യഗ്രതയാണ്. കോൺഗ്രസ് അൻവറിൻ്റെ ആ വെളിപ്പെടുത്തലിനും ആ നിരന്തര വാർത്താ സമ്മേളനങ്ങൾക്ക് ശേഷം സ്വീകരിച്ചൊരു സമീപനം. പക്ഷേ ഇന്ന് ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഈ സഭയിലേക്ക് അടിയന്തര പ്രമേയമായി വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ RSS ചങ്ങാത്തം ആരോപിച്ച പ്രതിപക്ഷത്തെ അത് തിരിഞ്ഞു കുത്തുന്നതും കൊത്തുന്നതും ഇന്ന് കണ്ടല്ലോ. അതിൽ വർഷമുണ്ട്, തീയതിയുണ്ട്. ഇപ്പോൾ പ്രേംകുമാർ സൂചിപ്പിച്ചതുപോലെ ഓരോരോ ഘട്ടങ്ങളും ചൂണ്ടിക്കാട്ടി വളരെ ശക്തമായ നിലയിൽ ഭരണപക്ഷം മറുപടി പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നിശബ്ദരായി കേട്ടിരിക്കുകയാണ്. വളരെ വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ പോലും ക്രമപ്രശ്നം ഉന്നയിച്ച് ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കാൻ കഴിഞ്ഞിട്ടേയില്ല. ആകെ പ്രതിപക്ഷ നേതാവിൻ്റെ ഗോൾവാൾക്കർ ചിത്രത്തിന് മുമ്പിൽ നിന്ന് വിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം എണീറ്റ് അദ്ദേഹത്തെ വിശദീകരിക്കാനും മറ്റും ശ്രമിച്ചതല്ലാതെ അതിനപ്പുറത്ത് അപ്പോഴും പ്രശ്നമുണ്ടായി. വസന്ത്, അദ്ദേഹം പറഞ്ഞു ഇത് ജന്മഭൂമിയുടെ പ്രചാരണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രി MB രാജേഷ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇത് ഏതാണ്ട് 10 വർഷത്തിന് മുമ്പോ മറ്റോ സംഭവിച്ചതാണ്. നാളിതുവരെ ഈ പ്രചാരണം തനിക്ക് ദോഷകരമാണ്, താൻ പറയാത്തതാണ് എങ്കിൽ അദ്ദേഹം ഒരു നിയമ നടപടി പോലും സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ അതിന് അങ്ങനെയും മറുപടി കേൾക്കേണ്ടി വന്നു. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിപക്ഷമാകെ ഒന്നിച്ച് വരുന്നതും കണ്ടില്ല. മറ്റ് കോൺഗ്രസ് RSS ബന്ധത്തെക്കുറിച്ചൊക്കെ അവിടെ കണക്കുകളും വിവരങ്ങളും വർഷവും വെച്ച് അവതരിപ്പിച്ചപ്പോൾ നിശബ്ദമായിരുന്നു പ്രതിപക്ഷം. അല്ല, ഒരു ഡസൻ കേസുകൾ ഞാൻ പറഞ്ഞു തരണോ? അല്ല, സഭയ്ക്കകത്ത് വെച്ച് പറയാം. വസന്തിന് ഒരുപാട് ധാരണയുണ്ടാവും. വസന്ത സഭയ്ക്കകത്തെ ഉന്നയിച്ച വിഷയങ്ങളാണ് നമ്മുടെ പ്രശ്നം, വസന്തിന്റെയോ എന്റെയോ ധാരണയല്ല. അല്ല, പറയട്ടെ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടുന്നു. ആ സീറ്റ് കിട്ടാൻ കാരണമായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതാണ് എന്നതിൽ താങ്കൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? എതിർപ്പുണ്ട്. കാരണം KPCC സമിതി പോലും അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വോട്ടുകൾ 86,000-ൽ പരം ചോരുന്നു. BJP അത്രമേൽ വോട്ടുകൾക്ക് ജയിക്കുന്നു. തോൽക്കുമ്പോഴും LDFന്റെ വോട്ട് 16,000-ൽ പരം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുന്നു. ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നിങ്ങളുടെ അവിടുത്തെ പ്രശ്നങ്ങൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ, തമ്മിത്തൽ, എന്തെല്ലാം സംഭവിച്ചു അവിടെ. അപ്പോൾ അതൊക്കെ കൈരളി മാത്രമല്ല, പഴയ ഏതാണ്ട് ഒരു 2 ആഴ്ചക്കപ്പുറം മാധ്യമങ്ങൾ മൊത്തം തെരഞ്ഞാൽ മതി വസന്ത്. കൈരളി മാത്രമൊന്നുമല്ല, എല്ലാ മാധ്യമങ്ങളും കൊടുത്ത വാർത്തയുണ്ട്. KPCC പ്രസിഡന്റ്, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചെയ്തു വസന്ത്. ചർച്ച പോലും ആയിരുന്നു, ചർച്ച തന്നെയായിരുന്നു. ഉണ്ടാക്കാമല്ലോ. പുകമറ സൃഷ്ടിക്കുന്നതിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഞങ്ങൾ വളരെ കൃത്യമായി അവിടുത്തെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. RSS നേതാവിനെ
ADGP പോയി കണ്ടത് അവിടുത്തെ സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി എവിടെ വെച്ച് എന്ന ഞങ്ങളുടെ ആരോപണത്തിൽ എവിടെ വെച്ച് കണ്ടു? എവിടെ വെച്ചാണ് കണ്ടത്? അങ്ങ് വാർത്തകളൊന്നും കാണുന്നില്ല. എവിടെ വെച്ചാണ്? താങ്കൾ പറഞ്ഞോളൂ. അതിന് ചർച്ച, സഭയ്ക്കകത്ത് വന്ന ചർച്ചയാണല്ലോ നമ്മുടെ ആധാരം. അതിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എവിടെ വെച്ചാണ് കണ്ടത്? വളരെ വളരെ കൃത്യമായി ഞാൻ ചോദിച്ചല്ലോ. സ്ഥലത്തിന്റെ പേരാണ് കൃത്യം പറഞ്ഞ സ്ഥലമില്ല വസന്ത്. നിങ്ങൾ ആ സ്ഥലം പറയും. അപ്പുറത്ത് പ്രേംകുമാർ ഇരിക്കുന്നു. എവിടെ വെച്ച് കണ്ടു? അല്ല ഞാൻ പറയാൻ മതി. അല്ല അങ്ങൊന്ന് വഴങ്ങിയാൽ മതി. അതായത് കണ്ടുവന്ന ADGP നിങ്ങളുടെ ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്നു. ഇപ്പോൾ ഇടത്ത് സൈഡിലെ ഓഫീസിൽ നിന്ന് വലത് സൈഡിലെ ഓഫീസിലേക്ക് ADGP ഉണ്ടല്ലോ. ആ ADGP സമ്മതിച്ചിട്ടുണ്ട് കണ്ടെന്ന്. വസന്ത് തെറ്റിദ്ധരിച്ചാണ്. അതിനർത്ഥം ഞാൻ പറയാൻ വരുന്നത് ADGP അവരെ കണ്ടില്ല എന്നൊന്നുമല്ല. അവിടെ കണ്ടില്ല എന്നൊന്നുമല്ല. എവിടെ വെച്ചാണ് ആ കൂടിക്കാഴ്ച? എവിടെ വെച്ചാണ് കണ്ടത്? കണ്ടപ്പോ ചായയാണോ കുടിച്ചത്? അങ്ങനെ സിംപ്ലിഫൈ ചെയ്യരുത്. ഒന്നുകിൽ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച വസന്ത് കണ്ടിട്ടില്ല. ഞാൻ പറയാം. അവിടെ ഈ വിഷയം വന്നപ്പോൾ മന്ത്രി MP രാജേഷ് പറഞ്ഞതാണ്, വയനാട്ടിൽ ദുരന്തം നടന്ന ഘട്ടത്തിൽ അവിടെ വെച്ചാണ് കണ്ടത്. മറ്റ് നിങ്ങളുടെ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന പാർട്ടികളുടെ പ്രധാനികളെയും കണ്ടിട്ടുണ്ട്. അതെല്ലാം സഭയിൽ ചർച്ച വന്നാണ്. ഒരു വലിയ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ നടക്കുന്ന ചർച്ചകളെ എത്രമാത്രം വഴിതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നടപടികളിൽ സർക്കാരിന് യോജിക്കാൻ കഴിയാത്തത് വന്നു. അദ്ദേഹത്തെ ക്രമസമാധാന നിലയിൽ നിന്നും ചുമതലയിൽ നിന്നും മാറ്റി. അല്ല, അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ച് വേറെ ഓപ്പറേഷൻ നടത്തിയെന്നൊക്കെ നിങ്ങളുടെ നറേറ്റീവ് കേരളത്തിന് എടുക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. ഒന്ന് RSS അല്ലല്ലോ ഈ രാജ്യം ഭരിക്കുന്നത്. ആണോ RSS ആണോ ഭരിക്കുന്നത്? കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് പകരം RSS നേതാക്കളെയാണോ കാണുന്നത്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട RSS നേതൃത്വത്തെ എന്താവശ്യമാണ്? സഭയ്ക്കകത്ത് നടന്ന ചർച്ചകളെ ശ്രദ്ധിക്കണം. ആ ചർച്ചകളിൽ നിന്ന് വരുന്ന ഭരണപക്ഷത്തിന്റെ മറുപടികളെ താങ്കൾക്ക് ഡിഫെൻഡ് ചെയ്യാം. അവിടെ മന്ത്രി MP രാജേഷ് വ്യക്തമായി പറഞ്ഞു, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP RSS ഈ പറഞ്ഞ വത്സൻ തില്ലങ്കേരിയെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അവിടെ വെച്ചാണ് കണ്ടത്. അതിനെ വേറൊരു വലിയ ചിത്രീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിലനിൽക്കാത്തതാകുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് പ്രതിപക്ഷത്തിന്റെ ആ നറേറ്റീവ് നിലനിൽക്കാതെ പോകും. യാതൊരു പ്രശ്നമില്ല. ഞാൻ ദത്താത്രേയ ഹൊസബുള്ളയെ കണ്ടതും അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ സീറ്റ് കൊടുക്കൽ വാങ്ങൽ നടന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് വത്സൻ തില്ലങ്കേരി കണ്ടാണെങ്കിൽ അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാര്യം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന വത്സൻ തില്ലങ്കേരി ഇപ്പൊ പറഞ്ഞ RSS ജനറൽ സെക്രട്ടറിയുമായി കണ്ടതിനെ സംബന്ധിച്ചും സർക്കാർ സഭയിൽ പറഞ്ഞല്ലോ ശ്രീ പ്രേംകുമാർ. അദ്ദേഹം ആ ആരോപണത്തിൽ നിൽക്കുകയാണ്. ഇന്ന് ഭരണപക്ഷം പറഞ്ഞ മറുപടിയിൽ നിന്ന് പുതിയ വിമർശനം അദ്ദേഹം അതിലേക്ക് പോകുന്നതായി തോന്നുന്നില്ല. ഇന്ന് MP രാജേഷ് ആണല്ലോ മറുപടി പറഞ്ഞത്. ADGPയുമായി ബന്ധപ്പെട്ട ഈ വിവാദ വിഷയമായി നിൽക്കുന്ന കൂടിക്കാഴ്ചകൾ അതിലൊന്നു മാത്രമാണ് വയനാട്ടിൽ, ശരിയാണ്. മറ്റൊന്ന് RSS ജനറൽ സെക്രട്ടറി അടക്കം കണ്ടതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ സ്റ്റാൻഡ് സഭയിൽ എങ്ങനെയാണ് പറഞ്ഞത്? എന്താണ് സർക്കാരിൻ്റെ സ്റ്റാൻഡ്? അല്ല, സഭയിൽ UDF നേതാക്കളും പ്രതിപക്ഷ നേതാവും പറയാത്ത സ്റ്റാൻഡാണല്ലോ ഇവിടെ ഫ്ലോറിൽ പറയുന്നത്. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ADGP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ്. ആര് പറഞ്ഞു ഇത്? ഒന്നുകിൽ ചർച്ച കേട്ടയാൾ പറയണം, അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് ഇന്ന കാര്യമാണ് സംസാരിച്ചത് എന്ന് ADGP പറയണം. ഇതിൽ ഏതാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഏതാണ് സംഭവിച്ചത്? ആരാണ് പറഞ്ഞത്? ADGP ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് കാര്യമാണ് ചർച്ച ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഒന്നുകിൽ ചർച്ച കണ്ട ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ആ ചർച്ച കേട്ടയാളായിരിക്കണം, അതിൽ പങ്കെടുത്തയാളായിരിക്കണം. അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അല്ല, ഞാൻ പറയുന്നത് തീർത്തും അവാസ്തവം. ഞാൻ പറയുന്നത് അത്തരമൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രീ ശരത്ത് പറഞ്ഞല്ലോ, അത്തരമൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായോ? തൃശ്ശൂർ സീറ്റിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ എനിക്ക് അനുവദിച്ച ഒരു സമയത്ത് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒന്നുകിൽ ആ ചർച്ച താങ്കൾ കേൾക്കണം, അല്ലെങ്കിൽ താങ്കളുടെ ഏതെങ്കിലും നേതാക്കൾ കേൾക്കണം, അല്ലെങ്കിൽ അത് കേട്ട ഏതെങ്കിലും ഒരാൾ ഒളിക്യാമറയിലോ അല്ലാതെയോ ഒക്കെ പകർത്തിയിട്ടുള്ള ഒരു എന്താണ് തെളിവെന്ന് നിങ്ങൾ പറയേ. ADGP RSS നേതാവുമായി പങ്കെടുത്ത് നടത്തിയിട്ടുള്ള ചർച്ചയുടെ ഉള്ളടക്കം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആധികാരികമായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ താനേ സർക്കാരിന്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് വിശ്വാസമുള്ളത് അവർക്ക് കൊടുക്ക്, പ്രതിപക്ഷ നേതാവിന് കൊടുക്ക്. അങ്ങനെ വന്നിട്ട് പ്രതിപക്ഷ നേതാവ് അത്തരമൊരു ആധികാരികമായ തെളിവിന് മുകളിൽ ADGP RSS നേതാവുമായിട്ട് സർക്കാരിന് വേണ്ടി തൃശ്ശൂർ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ തെളിവ് നിങ്ങൾ എന്തിനാ ഒളിച്ചു വയ്ക്കുന്നത്? എന്തിനാ മറച്ചു വയ്ക്കുന്നത്? നിങ്ങളത് പുറത്ത് കാണിക്കേ.
നിങ്ങൾ പൊതുസമൂഹം മുമ്പാകെ കാണിക്കുക. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ ആഭ്യന്തരമന്ത്രിയെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പൊതുസമൂഹം മുമ്പാകെ കാണിക്കേ. ഓക്കെ, ഏറ്റവും മികച്ച ഏറ്റവും നല്ല തെളിവ് അതല്ലേ നിങ്ങളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ബോധ്യപ്പെടാൻ. അപ്പോൾ ഇത്തരം അവാസ്തവം നറേറ്റീവ് പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നല്ല വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഒറ്റ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇത് സർക്കാർ ഈ കാര്യത്തിൽ എന്തായി സെൻകുമാറിൻ്റെ കാര്യത്തിൽ നേരത്തെ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം, അതിൻ്റെ മുന്നിൽ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സെൻകുമാറിന് വേണ്ടി വാദിച്ചത് ആരാ? നിങ്ങൾ പറ, ആരാ വാദിച്ചത്? സെൻകുമാർ ഇപ്പോൾ ഏത് ക്യാമ്പിലാണ്? അപ്പോൾ ഏതെങ്കിലും നിലയിലുള്ള ഒരു നടപടി, എന്തെങ്കിലും കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് പറ്റില്ല. അന്വേഷണം പൂർത്തിയായാൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണ് LDF സർക്കാർ എന്ന് സമൂഹത്തിന് ബോധ്യമുണ്ടെന്നേ. അത്രേ പറയാനുള്ളൂ. റൈറ്റ്. ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളത് വ്യക്തിപരമായിരുന്നു എന്ന് വരുന്നു. ആ വ്യക്തിപരമായ കൂടിക്കാഴ്ച തന്നെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയാണ് എന്ന ഒരു സാഹചര്യത്തിലേക്ക് കണ്ടെത്താനും കഴിയുന്ന ഒരു തെളിവിലേക്ക് പോകാനായിട്ടില്ല. പക്ഷേ സർക്കാരിന് അത് യോജിക്കാൻ കഴിയില്ല എന്നുള്ളിടത്ത് വെച്ചാണ് അന്വേഷണത്തിലൂടെ അത് വെളിപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്നും മാറ്റി ബറ്റാലിയനിലേക്ക് മാറ്റുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു വിഷയത്തെ ചൂണ്ടിക്കാട്ടിയാണ് CPIMനെയും മുഖ്യമന്ത്രിയൊക്കെ RSS ബന്ധത്തിലേക്ക് കൊണ്ടുകെട്ടാം എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചത്. ഇത് ഇന്നത്തെ ചർച്ചയിലേക്കും രൂപപ്പെട്ടു. പക്ഷേ അങ്ങനെ സഭയിലേക്ക് വന്ന പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ അതൊരു വലിയ തിരിച്ചടിയായോ? കാരണം വളരെ പ്രത്യക്ഷമായി കേരളത്തിൽ കോൺഗ്രസ് കാലാകാലങ്ങളായി പലപ്പോഴും നടത്തിയിട്ടുള്ള RSS ചങ്ങാത്തത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണോ പാർലമെൻ്ററി കാര്യമന്ത്രി മറുപടി പറഞ്ഞത്? ആ മറുപടി എങ്ങനെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്? ഇപ്പോൾ ഉദാഹരണത്തിന് AKGക്കെതിരെ നേരത്തെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വിക്ടോറിയ കോളേജിലെ അധ്യാപകൻ അവിടെ സംയുക്ത സ്ഥാനാർത്ഥിയായി വരുന്നു. AKGക്കെതിരെ 79-ൽ EMS പറഞ്ഞ ചരിത്ര പ്രാധാന്യമുള്ള പ്രസ്താവനയുണ്ട്. ഒരു RSSകാരൻ്റെയും വോട്ട് വേണ്ട എന്ന് 79-ൽ EMS പറഞ്ഞതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. കെ സുധാകരൻ ജനതാ പാർട്ടിയിലൂടെ വന്ന് എടക്കാട് മത്സരിച്ചതും ഇന്ന് KPCC പ്രസിഡൻ്റായിരിക്കുന്നത് അടക്കമുള്ള നിരവധിയായ വിവരങ്ങൾ പ്രതിപക്ഷത്തേക്ക് ഭരണപക്ഷം നൽകുന്നതും കണ്ടു. യഥാർത്ഥത്തിൽ ഈ ആർഗ്യുമെൻ്റ്, ഈ ആരോപണം, ഈ പ്രചാരണം ഇന്ന് സഭയ്ക്കകത്ത് കോൺഗ്രസ്സിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി, വിശേഷിച്ച് VD സതീശന്. സ്ഥലത്തെ അതിൽ ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഈ വ്യാജ വാർത്തകളെ പറ്റി നിരന്തരം പറയാറുണ്ട്. ആ വ്യാജ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നിരന്തരം കാണാറുമുണ്ട്. പക്ഷേ ഈ വ്യാജ വാർത്തകളല്ല പ്രശ്നം, അതിൻ്റെ പിന്നിലുള്ള അജണ്ടകളാണ് പ്രശ്നം. അപ്പോൾ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ നമ്മൾ കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാനമായും ഈ നിർമ്മിക്കപ്പെടുന്ന വ്യാജ വാർത്തകളുടെ പിന്നിലുള്ള അജണ്ടകൾ എന്ത് എന്നുള്ളത് വ്യക്തമായി കൊണ്ടുവരാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതിലേറ്റവും നിർണായകമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഈ ADGPക്കെതിരായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന പ്രശ്നം. ആ പ്രശ്നം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടല്ലോ നിയമസഭയിൽ ഇന്ന്. ഒരുപാട് സമയം പ്രതിപക്ഷ നേതാവ് ഉരുണ്ട് കളിക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് സമയം അദ്ദേഹം ഉരുണ്ട് കളിക്കുകയായിരുന്നു, കൃത്യമായൊരു മറുപടി പറയാനില്ലാതെ. പക്ഷേ മന്ത്രി MP രാജേഷ് വിട്ടില്ല. വീണ്ടും അദ്ദേഹം അത് നിരന്തരം ചോദ്യം ചെയ്യുക തന്നെ ചെയ്തു, പ്രതിരോധിക്കുകയല്ല ചെയ്തത്. അതിൻ്റെ ഈ അജണ്ടകൾ വ്യക്തമാക്കാൻ വേണ്ടി തന്നെയുള്ള ചോദ്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയും അവസാനം പ്രതിപക്ഷ നേതാവ് ഒരു മറുപടി പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. എന്താണ് ആ മറുപടി? ചാനലുകളിലെ വക്താക്കൾ പറയുന്നത് താൻ കേട്ടു, അതാണ് തൻ്റെ വാദത്തിന് ആധാരം. എത്ര പരിഹാസ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അജണ്ട പൊളിഞ്ഞു വീഴുന്നതെന്ന് നോക്കൂ. ചാനലുകളിൽ പാർട്ടികളുടെ വക്താക്കൾ, ഏത് പാർട്ടികളുടെ ഒന്നും പറയുന്നില്ല, പാർട്ടികളുടെ വക്താക്കൾ പറയുന്നത് താൻ പ്രതിപക്ഷ നേതാവായ താൻ കേട്ടു, അതാണ് തൻ്റെ ADGP ഇൻ്റലിജൻസ്. ഇദ്ദേഹത്തിന് അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് തീയതിയും കൂടെ പറയുന്നുണ്ട്. 2023 മെയ് 23-ാം തീയതിയാണ് ADGP ഇൻ്റലിജൻസ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. അപ്പോൾ ആദ്യം MP രാജേഷും പിന്നീട് P രാജീവും 2 മന്ത്രിമാരും ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ താങ്കളത് പറയൂ, ഒന്നുകിൽ അതിൻ്റെ കോപ്പി തരണം, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അത് തരണം. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് ചാനൽ പ്രതിനിധികൾ പറഞ്ഞത് ഞാൻ കേട്ടു, അതിവിടെ പറഞ്ഞു. അതാണ്, അത്തരത്തിലാണ് അജണ്ടകളെ പൊളിച്ചെടുക്കുന്ന കൃത്യമായ കാര്യങ്ങൾ ഉണ്ടായത്. അതേപോലെ ഡോക്ടർ KT ജലീൽ
കെ.ടി. ജലീൽ CHന്റെ പ്രസംഗത്തെ ഉദ്ധരിച്ചപ്പോൾ എന്തായിരുന്നു അവിടുത്തെ പ്രകമ്പനം സഭയ്ക്കകത്തെ? ജലീലിനെ സംസാരിക്കാൻ അനുവദിക്കില്ല. പിന്നെ തെറിയാണ് പറയുന്നത് PK ബഷീർ, ലീഗ് അംഗം. അതവസാനം സഭാരേഖകൾ നീക്കം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്ത് വേറെ കാര്യം. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് ചാനൽ പ്രതിനിധികൾ പറഞ്ഞത് ഞാൻ കേട്ടു, അതിവിടെ പറഞ്ഞു. അതാണ് അത്തരത്തിലാണ് അജണ്ടകളെ പൊളിച്ചെടുക്കുന്ന പിന്നെ കൃത്യമായ കാര്യങ്ങൾ ഉണ്ടായത്. അതേപോലെ ഡോക്ടർ കെ.ടി. ജലീൽ CHന്റെ പ്രസംഗത്തെ ഉദ്ധരിച്ചപ്പോൾ എന്തായിരുന്നു അവിടുത്തെ പ്രകമ്പനം സഭയ്ക്കകത്തെ? ജലീലിനെ സംസാരിക്കാൻ അനുവദിക്കില്ല. പിന്നെ തെറിയാണ് പറയുന്നത് PK ബഷീർ, ലീഗ് അംഗം. അതവസാനം സഭാരേഖകൾ നീക്കം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്ത് വേറെ കാര്യം. അത്രയ്ക്ക് പ്രകോപനപരമായി ജലീലിനെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത വിധം തടസ്സപ്പെടുത്തി. എന്താണ് കാര്യം? അദ്ദേഹം ഈ അജണ്ടയാണ് കാണിക്കുന്നത്. പിന്നെ ഈ CPM BJP ജനസംഘം അന്തർധാരയല്ല, മറിച്ച് കോൺഗ്രസും ജനസംഘവും തമ്മിലാണ് അന്തർധാര. അതിനെക്കുറിച്ച് CHനെ പോലുള്ള ആൾക്കാർ, പഴുതപ്രജ്ഞനായ നേതാക്കൾ നേരത്തെ പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ജലീലിൻ്റെ പ്രസംഗം വരുന്നത്. അതാണ് അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ആ അജണ്ട പൊളിയുകയാണ്. ഇങ്ങനെ ഈ പിന്നെ ഇത് അൻവർ കൊണ്ടുവന്ന പ്രശ്നം എന്ന് പറഞ്ഞ് വെറുതെ ഒഴിഞ്ഞങ്ങ് പോകാൻ നിവൃത്തിയില്ലാത്ത വിധം പിന്നെ പ്രതിപക്ഷത്തിൽ നിൽക്കേണ്ടി വരുന്ന ഘട്ടം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ADGPക്കെതിരെ നടപടി എടുക്കുമ്പോഴാണ്. ആ നടപടിയെക്കുറിച്ചല്ല അന്നേരം ചർച്ചയ്ക്ക് വരുന്നത് പിന്നെ എന്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തില്ല? അപ്പോൾ ഇപ്പോൾ വസന്ത് ഉപയോഗിച്ചില്ലേ, അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയിരുത്തി, അതാണത്ര നടപടി. അങ്ങനെയാണോ? അപ്പോൾ ഇത് ഞാനീ പറഞ്ഞതുപോലെ ഈ വ്യാജ വാർത്തകളുടെ എല്ലാം പിന്നിലുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നിയമസഭയുടെ ഫ്ലോറിൽ സവിസ്തരം വ്യക്തമാക്കുന്നതിന് സാധിച്ചു ഭരണപക്ഷത്തിന്. ശരി, സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. വസന്തിയിലെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മലപ്പുറം. ഇന്നലെ അടിയന്തര പ്രമേയം മലപ്പുറം പരാമർശിച്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് അനുമതി കിട്ടിയിട്ടും ചർച്ചയ്ക്ക് തയ്യാറാകാതെ പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനത്തിൻ്റെ പുറത്താണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത് നേരെ ADGP എന്ന നിലയിലേക്ക് കൊണ്ടുവന്ന്, പക്ഷേ ഷംസുദ്ദീൻ്റെ അടിയന്തര പ്രമേയ അവതരണം നേരെ മലപ്പുറത്തിലേക്ക് തന്നെ, അതും പരാമർശിച്ച് ഇന്നലത്തെ ക്ഷീണം മാറ്റാനുള്ള ശ്രമം. പക്ഷേ സംഭവിച്ചത് എന്താണ്? അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ വിശേഷിച്ച് കോൺഗ്രസിനെ പറപ്പിക്കുന്നതല്ലേ കണ്ടത്? എന്താണ് സംഭവിച്ചത്? ജനസംഘത്തോടൊപ്പം ചേർന്ന് കോൺഗ്രസ് ആ ജില്ലാ രൂപീകരണത്തെ എതിർത്തില്ലേ? ആ ജില്ലയെ നിങ്ങൾ പാകിസ്ഥാൻ, ഇനിയൊരു പാകിസ്ഥാൻ വേണോ, ഒരു കുട്ടി പാകിസ്ഥാൻ ഇനിയും വേണോ എന്ന് ചോദിച്ചത് കോൺഗ്രസ് നേതാക്കളല്ലേ? അതിനെ വളരെ പരസ്യമായി എതിർത്ത നേതാക്കളിൽ ഒരാൾ CH മുഹമ്മദ് കോയല്ലേ, മുസ്ലിം ലീഗിൻ്റെ നേതാവ്. എന്നാൽ ജില്ലാ രൂപീകരണം ആരാണ് നടത്തിയത്? 67-ലെ EMS സർക്കാർ. ആ സർക്കാരിൽ മുസ്ലിം ലീഗിന് കോൺഗ്രസിനെ സംരക്ഷിക്കാൻ പോലും ഇന്ന് സഭയിൽ കഴിയാതെയും വന്നു. കോൺഗ്രസ്സിന് ഈ ചരിത്ര യാഥാർത്ഥ്യത്തിന് ഒരു മറുപടി ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല. ചില ബഹളങ്ങളൊക്കെ അങ്ങും വെച്ചതല്ലാതെ ജനസംഘവുമായി ചേർന്ന് കോൺഗ്രസ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനം, ചരിത്രപരമായ വിമർശനം, കോൺഗ്രസിന് മറുപടി ഉണ്ടായില്ല. വസന്ത്, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് ഉത്തരം. നല്ല കാര്യം. ഇപ്പോ അതിലെ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ചർച്ചയുടെ ഓരോ ഘടകങ്ങളാണ് സംസാരിച്ചു വന്നത്. അല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മലപ്പുറത്തെ RSS നേതാക്കൾക്ക് വിവിധ തെരഞ്ഞെടുപ്പ് വേദികളിൽ മലപ്പുറം തേക്കിയെ എന്ന് പറയാനുള്ള വഴിമരുന്നിട്ട് കൊടുത്ത പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അതിനെപ്പറ്റി ഉത്തരവില്ലാത്തവർ ചരിത്രം ചെയ്യുകയും പടപ്പും തൊങ്ങലും അടിക്കുകയും ചെയ്തതിൽ തെറ്റില്ല. ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ ജനസംഘത്തോടൊപ്പം ചേർന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ കോൺഗ്രസ് എതിർത്തിട്ടുണ്ടോ? എന്റെ ചോദ്യം വസന്തിനോട്. പറയാൻ സമ്മതിക്കുന്നില്ല. അതെ, എന്റെ ചോദ്യം, ജനസംഘത്തോടൊപ്പം ചേർന്ന് കോൺഗ്രസ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തിട്ടുണ്ടോ, അതോ CPIM ഇടതുപക്ഷം പറയുന്നത് കളവാണോ? പച്ച നുണ, ശുദ്ധ നുണ. തെളിയിക്കട്ടെ. തെളിയിച്ചു, സഭയിൽ തെളിയിച്ചു. വസന്ത് അത് വിശദീകരിക്കണം. സഭയിൽ അത് വിശദീകരിച്ചു. വസന്ത് തെളിയിക്കണം. ആരാണ് വിശദീകരിച്ചത്? അപ്പൊ ഇന്ന് കണ്ടില്ലേ ഇതൊന്നും? അല്ല, വളരെ ശ്രീ ശരത്, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. നോക്കൂ, RSS നേതാവിനെ കണ്ടു എന്ന് ഞങ്ങൾ പറയുമ്പോ നീ RSS നേതാവിനെ കണ്ടിട്ട് അവരും ഈ RSS നേതാവുമായിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുകൂടി ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ നാണാവില്ലേ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടു എന്ന് 1.5 വർഷം കഴിഞ്ഞ് പറയുന്നത് ഞങ്ങളാണ്.
നിങ്ങളുടെ കയ്യിൽ ഇന്റലിജൻസ് വസന്ത് നോക്കൂ, ഒരു അവസരം കൂടി തരാം. മലപ്പുറത്തെ CPIM മോശമായി ചിത്രീകരിക്കുന്നു എന്ന നിലയിലെ നിങ്ങളുടെ വിമർശനം, ആ വിമർശനത്തെ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇപ്പുറത്ത് നിന്ന് നല്ല മറുപടി നിങ്ങൾക്ക് കിട്ടി. ആ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പിൽ ഉത്തരമില്ലാതെ കോൺഗ്രസ് നിന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിക്ക് അതേക്കുറിച്ച് മറുപടി പറയാം. അതിലെ യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണെങ്കിൽ അത് വിശദീകരിക്കാം. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഇടപെടുകയാണ്. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഈ ചർച്ചയിലെ ഇടതു പ്രതിനിധി ബഹുമാനപ്പെട്ട MLA പറഞ്ഞ കാര്യത്തിനാണ് ഉത്തരം പറഞ്ഞു തുടങ്ങി. അതായത് ഞങ്ങൾ ഒരു വർഷത്തിന് ശേഷം, കൂടിക്കാഴ്ചയുടെ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യാത്ത, നിങ്ങളുടെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്യാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാത്തൊരു കാര്യം, ആഭ്യന്തര വകുപ്പിന്റെ 2ാം സ്ഥാനീയൻ, ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേനയിൽ 2ാം സ്ഥാനീയൻ RSS നേതാവിനെ കണ്ടു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അത് പറയുന്ന സമയത്ത് അത് എന്തിനാണ് കണ്ടത്? അവർ തമ്മിൽ എന്താണ് ചർച്ച ചെയ്തത്? ആ സമയത്ത് RSS നേതാവ് ഇട്ട ഷർട്ടിന്റെ കളർ എന്താണ് എന്നൊക്കെ ഞങ്ങൾ തന്നെ പറയണം എന്ന് പറയുമ്പോൾ നാണമാവുന്നില്ലേ? നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞില്ല എന്ന നിങ്ങളുടെ വാദം അപ്പാടെ അംഗീകരിച്ചാൽ അമ്പേ പരാജയമാണ് നിങ്ങളുടെ ഇന്റലിജൻസും ഈ പറയുന്ന വിജിലൻസും എന്ന് നമ്മൾ കാണേണ്ടതായി വരും. അതിന്റെ മന്ത്രി രാജിവെച്ച് പറയാൻ പണിക്കും പോണ്ടേ? രണ്ടാമതായി അങ്ങ് പറയുന്നു, ഇപ്പൊ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സി അത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് BJP നേതാക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നടത്തുന്ന പ്രചാരണം ദുർവ്യാഖ്യാനമാണെന്നും ആ ദുർവ്യാഖ്യാനം നടത്തുന്ന നിങ്ങൾ ആ ജില്ലക്കെതിരെ എടുത്തിട്ടുള്ള സമീപനം ഇതാണെന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പുറത്തുനിന്ന് മറുപടി വന്നത്. അങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്യേണ്ടത്. അല്ലാതെ അതിനതിൻ്റെതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. വർത്തമാനകാലവും ചരിത്രവും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് വസന്ത്. അങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിച്ചത്. അവിടെയാണ് കോൺഗ്രസിന് മറുപടി ഇല്ലാതായി പോയതെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോ മലപ്പുറം ദേക്കിയെ എന്ന് പറഞ്ഞ് അമിത്ഷായ്ക്കും മോദിക്കും പ്രസംഗിക്കാൻ വഴിമരുന്ന് ഇട്ട് കൊടുത്തു എന്ന് പറയുമ്പോ ഒരു ചരിത്രത്തിൽ ഒരിടത്തുമില്ലാത്ത പ്രേംകുമാർ സഭയിൽ നിന്ന് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാദത്തിന് മറുപടി മലപ്പുറം വിഷയത്തിൽ ആരാണ് ഇറങ്ങുന്നത്? മറുപടി അദ്ദേഹത്തിന് മറുപടി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മലപ്പുറവുമായി ബന്ധപ്പെട്ട് CPIMനെതിരെ സർക്കാരിനെതിരെ കൊണ്ടുവന്ന കോൺഗ്രസിന്റെ ഒരു നറേറ്റീവ് ഈ അടിയന്തര പ്രമേയത്തിൽ ഏത് നിലയിൽ കലാശിച്ചു ഒന്ന്. രണ്ടാമത്തെ കാര്യം, RSS കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് കുറെ കൂടി തീവ്രവും ശക്തവുമായി ഇന്ന് സഭയിൽ ചരിത്രപരമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടോ? രണ്ട് കാര്യങ്ങൾ ഒന്ന് ചുരുക്കി. യെസ്, അതിൽ ആദ്യമായിട്ട് RSS ബന്ധമായിട്ട് ഇവിടെ വീണ്ടും പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിക്കുന്നത് ADGP RSS നേതാവിനെ കണ്ടു എന്നതിനെ സംബന്ധിച്ച് പ്രതിപക്ഷം പറഞ്ഞു. അതിൻ്റെ മുകളിൽ എന്താണ് സംസാരിച്ചത് എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം ഇവിടെ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഞാൻ ഇടപെട്ടത്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഡീൽ ഉറപ്പിക്കാനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP പോയത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ആ ആരോപണത്തെ സംബന്ധിച്ച് തെളിയിക്കാനാണ് കേരളത്തിൽ നിയമവകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചത്. അതിനപ്പുറത്തുള്ള റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വെക്ക്. ഞാനും ഇവിടെ സൂചിപ്പിക്കുന്നു, അങ്ങനെ ഒരു പരാമർശം ഇത് റെക്കോർഡാണല്ലോ, ഇതെല്ലാം പൊതുജനം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം ഒരു ആരോപണമാണ് ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയും ഉന്നയിച്ചത്. അതിനെ സംബന്ധിച്ചാണ് ചോദിച്ചത് എന്ത് തെളിവുണ്ട് എന്ന്. ഇട്ട ഷർട്ടിൻ്റെ നിറമല്ല പറഞ്ഞത്. എന്നാൽ തൃശ്ശൂരിൽ എന്തുണ്ടായി? തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ 86,000 വോട്ട് എവിടെ പോയി? LDF അവിടെ 16,000 വോട്ട് വർദ്ധിപ്പിച്ചു. എങ്ങനെ UDF 3ാം സ്ഥാനത്തേക്ക് പോയി? എന്താണ് അതിൻ്റെ സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് അവിടെ മത്സരിച്ച ശ്രീ K മുരളീധരൻ പറയുന്നുണ്ടല്ലോ. അത് ഇവിടെ പങ്കെടുക്കുന്ന ഫ്ലോറിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു നിലയിലും പോലീസുകാരെ രാഷ്ട്രീയ ദൗത്യത്തിന് നിയോഗിക്കുന്ന ഇടപാട് ഇടതുപക്ഷത്തിനില്ല. ആ ശീലം കോൺഗ്രസിനാണ്. PR വർക്ക് നടത്തുന്നവർ നയം രൂപീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് LDFിലല്ല, ഇടതുപക്ഷത്തിലല്ല, CPIMലല്ല, കോൺഗ്രസിലാണ്. നിങ്ങളുടെ കണ്ണ് വെച്ച് എല്ലാവരെയും അളക്കാൻ നിൽക്കരുത് എന്ന് വീണ്ടും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. മറ്റു വിഷയങ്ങൾ. ഇനി രണ്ടാമത്തെ വിഷയം, നിയമസഭയ്ക്കകത്ത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട്. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് EMS മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തല്ലേ? ചരിത്രരേഖയല്ലേ? ആ സമയത്ത് CH ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ ഉണ്ടായിരുന്നു. അന്ന് CH ഉൾപ്പെടെയുള്ളവരെ എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ കോൺഗ്രസ് കണ്ടത്? ആര്യാടൻ മുഹമ്മദ് ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ MP ഗംഗാധരൻ മറുഭാഗത്ത്,
2 നേതാക്കൾ മലപ്പുറം ജില്ലയിലാകെ ജനസംഘം വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ പരസ്യമായി എതിർത്തു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ CHൻ്റെ മകൻ ഇന്ന് സഭയിലുണ്ടായിരുന്നു. ഇവിടെ ശ്രീ നിഷാന്ത് പറഞ്ഞല്ലോ, അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. നിഷാന്ത് പറയുകയാണ് അത് ശരിയല്ല, അത് കളവാണ് എന്നാണ് പറയുന്നത്. ആണോ? നിഷാന്ത് ഫ്ലോറിലിരുന്ന് കളവാണെന്ന് പറഞ്ഞാൽ കളവാകുമോ? എന്തായിരുന്നു മലപ്പുറം ജില്ലാ രൂപീകരണത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച നിലപാട് എന്തായിരുന്നു? ആര്യാടൻ മുഹമ്മദേ മരിച്ചു പോയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരും ഇന്നും മലപ്പുറം ജില്ലയിലും കേരളത്തിലുമുണ്ട്. നിങ്ങളെടുത്ത നിലപാട് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ പൂർണ്ണമായും എതിർക്കുന്നതായിരുന്നു. എന്നാൽ മലപ്പുറം ജില്ല മുസ്ലിങ്ങളുടെ മാത്രം ജില്ലയല്ല എന്ന നിലപാടാണ് കേരളത്തിൽ CPIM-നും ഇടതുപക്ഷത്തിനും ഉള്ളത്. നമ്മുടെ നാടിൻ്റെ ബഹുസ്വരതയെ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെമ്പാടും. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കാൻ ഉള്ള ശ്രമം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തൂവലും ആ തൊപ്പിയും ചേരുക കോൺഗ്രസ്സിനാണ് എന്ന് കൃത്യമായി നിയമസഭയ്ക്കകത്ത് ഇന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അത് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ RSS കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് ജനസംഘവുമായി ചേർന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തവരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അധികം അങ്ങനെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ചർച്ചകളിലേക്ക് വരാത്തൊരു വിഷയം ഇന്ന് സഭയ്ക്കകത്ത് ഉയർന്നു വന്നു. അത് പ്രതിപക്ഷ നേതാവ് അതിനോട് വിയോജിച്ചു. ക്രമപ്രശ്നം ഉന്നയിച്ച് എഴുന്നേറ്റ് അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന് വീണ്ടും KT ജലീൽ ആവർത്തിച്ചു. നിയമമന്ത്രി അത് എൻഡോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഓർമ്മിപ്പിച്ചു പറഞ്ഞു. പാർലമെൻ്ററി കാര്യമന്ത്രി വീണ്ടും അത് അവസാന അദ്ദേഹത്തിൻ്റെ മറുപടിയിലും വളരെ ശക്തമായി തന്നെ അവതരിപ്പിച്ചു. ആര്യാടനും അതുപോലെ തന്നെ MP ഗംഗാധരനും നടത്തിയ കാലിലെ ചെരുപ്പ് തേഞ്ഞ സമരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഘ് പരിവാറുകാർ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നു വിളിച്ച മുദ്രാവാക്യത്തെക്കുറിച്ച് അവിടെ ഫ്ലോറിൽ ഉയർന്നു വന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ മലപ്പുറത്തെ CPIM അധിക്ഷേപിക്കുന്നു, മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു പ്രചാരണം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു തന്ത്രമുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഇന്ന് സഭയിൽ അവർക്ക് തന്നെ ബൂമറാങ്ങായി മാറുകയായിരുന്നു. വിശേഷിച്ച് ലീഗ് നിസ്സഹായതയോടെ മാറി നിൽക്കുന്നതും അകന്നു നിൽക്കുന്നതിനും ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചോ ശ്രീ ജയചന്ദ്രൻ? ചരിത്രപരമായ യാഥാർത്ഥ്യം വ്യക്തതയോടെ ഇന്നാണ് തെളിഞ്ഞു കിട്ടിയത് എന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, എന്താണ് മലപ്പുറം ഇങ്ങനെ അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇങ്ങനെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് പല നിലയ്ക്കും. പക്ഷേ ഇന്നത് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കപ്പെടുകയുണ്ടായി. കാരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അനുഭവത്തിൽ ഒരു ദുരന്തമാണ് എന്നുള്ളത് വ്യക്തതയോടുകൂടി ഇന്ന് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് കേട്ടോ, ഇത്തരത്തിലുള്ള പശ്ചാത്തലം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തതയോട് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര വ്യക്തത ഇല്ലായിരുന്നു. ഇത് വരുമ്പോഴാണ് കേളപ്പജി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ജില്ലയുടെ രൂപീകരണത്തിന് എതിരായിരുന്നു, അതിന് 2 ജാഥകൾ നടത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മലപ്പുറത്തിന് കോൺഗ്രസ് വിരുദ്ധ നിലപാട് മനസ്സിൽ അതിൻ്റെ DNA-യിൽ ഉള്ളത് എന്നുള്ളതിനും കൂടെ വ്യക്തതയാണത്. അത് കോൺഗ്രസ് ആ ജില്ലയോട് തുടക്കം മുതലേ കാണിച്ചിട്ടുള്ള ഒരു ശത്രുതാ മനോഭാവമുണ്ട്. ആ ജില്ല വേണ്ട എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. അതിന് പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതിനെതിരെയാണ് CH അടക്കമുള്ള ആൾക്കാർ പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞത്. അതും ഇന്ന് സഭയിൽ വെളിവാക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് മലപ്പുറം ആ ജില്ലയുടെ ഫോർമേഷനെ സംബന്ധിച്ച് കോൺഗ്രസിനുണ്ടാകുന്ന റിസർവേഷൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് സഭയിൽ വ്യക്തമായിട്ട് വന്നത്. ആ റിസർവേഷൻ അവിടുത്തെ ജനതയുടെ മനസ്സിലുണ്ട് കോൺഗ്രസിനോടുള്ള എതിരായിട്ട്. അതാണ് നിലനിന്ന് പോരുന്നത്. അത് തന്നെയാണ് അവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് സ്ഥലത്തെ സൂചിപ്പിക്കാനുള്ളത്, വസന്ത് പല ഘട്ടങ്ങളിലായി ഈ ചർച്ചയിൽ തന്നെ പറയുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വസന്ത് ഈ ഹിന്ദു ഇൻ്റർവ്യൂവിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു, when our government act against Muslim extremist elements, these forces try to project that we are acting against Muslims. ആ ഇൻ്റർവ്യൂവിലാണ് ഈ പറയുന്ന ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ളതിൻ്റെ മുകളിലത്തെ വാചകമാണ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം എന്ന് മുഖ്യമന്ത്രി ആ ഇൻ്റർവ്യൂവിൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്നും കാണുന്നില്ല.
ഈ മതമൗലികവാദികൾ, തീവ്രവാദികൾ, പിന്നെ ഈ ആ സമുദായത്തിൽപ്പെട്ടവർ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഹിന്ദു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അതിലാണ് ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ എത്ര മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ശരി, വസ്തുതകൾ തെളിഞ്ഞു തന്നെ നിൽക്കുകയാണ് അവിടെ. ആൻറ്റി സ്റ്റേറ്റ് എന്നുള്ളത് പിന്നെ നാടിന് വിരുദ്ധമായിട്ടുള്ള എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ട്രാൻസ്ലേഷനിൽ വന്ന ഒരു പെശകാണ്, പിഴവാണ്, തെറ്റാണ് എന്ന് ആരാണ് സമ്മതിച്ചത്? അത് പ്രസിദ്ധീകരിച്ച പത്രം. ആ മാന്യത നിങ്ങൾക്കില്ലാതെ പോകുന്നല്ലോ എന്നുള്ളത് ലജ്ജാകരമല്ലേ വസന്ത? താങ്കളുടെ കാര്യം വ്യക്തിപരമായ കാര്യമല്ല, വ്യക്തിപരമായ വസന്ത എനിക്ക് വലിയ ഇഷ്ടവുമാണ്. പക്ഷേ കോൺഗ്രസ്, UDF ഒരു നിലപാടെന്ന നിലയ്ക്ക് പറയുമ്പോഴേക്ക് ഹിന്ദു സ്വീകരിച്ച ആ മാന്യത എന്തുകൊണ്ട് UDFന് സ്വീകരിക്കാൻ കഴിയുന്നില്ല? ഇന്ന് ഫ്ലോറിൽ പോലും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എനിക്ക് തന്നെ വല്ലായ്മ തോന്നി. ഇങ്ങനെ എങ്ങനെ പറയാൻ കഴിയുന്നു ഇദ്ദേഹത്തിന്? കാരണം അദ്ദേഹത്തിന് മുമ്പിലുണ്ടല്ലോ ഈ പത്രം, ഇൻ്റർവ്യൂ വന്ന പത്രം ഉണ്ടല്ലോ, അത് വായിക്കാത്ത ആളല്ലോ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. എന്നിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു തെറ്റ്. ഈ വ്യാജത്വമാണ്, അതിൻ്റെ പിന്നിലുള്ള അജണ്ടയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിലൂടെ പൊളിച്ചു കാട്ടപ്പെട്ടത്. അതാണ് അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി വസന്ത്, ഒരു പ്രധാനപ്പെട്ട വിമർശനം ഉയരുന്നത് ഇപ്പോൾ അൻവർ കുറേ കാര്യങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിലും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. അത് സർക്കാരിനെതിരെ കിട്ടുന്നതാണ് എന്ന നിലയിൽ അതേപടി ഏറ്റെടുക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു, പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു. എന്നതിനപ്പുറത്തേക്ക് വിഷയങ്ങളുടെ ഉള്ളിലേക്ക് പോകാനോ അതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനോ അതിനനുസരിച്ചൊരു നിലപാട് രൂപപ്പെടുത്തി സർക്കാരിനെ വിമർശിക്കാനോ കഴിയാതെ പോയ പ്രതിപക്ഷം എന്ന പ്രശ്നം ഇതിനകത്തില്ലേ? ഒരൊറ്റ സ്പേസിൽ നിന്നുകൊണ്ട് അതിവേഗം CPIM RSSുമായി ചേരുന്നു, വർഗീയതയുമായി സന്ധി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പോയാൽ അത് പറയുന്നത് കേരളത്തിലാണ്, അത് നമുക്ക് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കാതെ പോലും പറയുന്നു എന്ന പ്രശ്നം പ്രതിപക്ഷം നേരിടുന്നില്ല. ഉദാഹരണത്തിന് ഇന്ന് പറഞ്ഞതുപോലെ ശ്രീ KT ജലീൽ പറഞ്ഞ ഒരൊറ്റ വാചകം മതി. ഇപ്പോൾ വിചാരധാര ആധാരമായി എടുക്കൂ. ആ വിചാരധാരയിൽ മതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുക്കപ്പെടേണ്ടതായ അപരമത വിദ്വേഷം കാണേണ്ട മതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെ കുറിച്ചേ വിചാരധാര ശത്രുവായി പറയുന്നുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് ഇങ്ങനെ ഒരു അബദ്ധം പറഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് മിനിമം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തവരായി പ്രതിപക്ഷം എക്സ്പോസ് ചെയ്യപ്പെട്ട, തുറന്നു കാട്ടപ്പെട്ട ഒരു ചർച്ച എന്ന പ്രശ്നം ഇതിനകത്ത് ഓരോ പോയിന്റിലും നമ്മളതുകൊണ്ടാണ് പല പോയിന്റായി എടുത്തുവെച്ച് സംസാരിച്ചത്. ADGPക്കെതിരായ നടപടി, അതുപോലെ തന്നെ RSS ബന്ധം ആരോപിച്ച വിഷയത്തിൽ ബൂമറാങ്ങായത്, മലപ്പുറത്തിൽ നിങ്ങൾ പറഞ്ഞത് അടിമുടി നിങ്ങളെ തിരിഞ്ഞു പിടിക്കുന്ന അവസ്ഥ വന്നത്, ഈ പറഞ്ഞതുപോലുള്ള നിരവധിയായ സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് നേടി യഥാർത്ഥത്തിൽ? ഇന്നലെ ഉണ്ടായ ക്ഷീണം മറയ്ക്കാൻ ഇന്ന് ചർച്ചയുമായി ഇറങ്ങി, അതിലും മാരകമായ ദോഷത്തിൽ കലാശിച്ചു എന്നുള്ള അവസ്ഥ, ആ നിരീക്ഷണം അത് വളരെ പ്രബലമായി ഉണ്ട് വസന്ത്. അല്ല നോക്കൂ, ADGP RSS ബാന്ധവം അൻവർ പറഞ്ഞതല്ല, അത് ഏറ്റവും ആദ്യം പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. അത് വെപ്രാളപ്പെട്ട് പറഞ്ഞതാണെന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാൻ പോകുന്നു, അത് കണ്ട് പ്രതിപക്ഷ നേതാവ് വെപ്രാളപ്പെട്ട് വാർത്താ സമ്മേളനം വിളിച്ചു. അന്ന് അൻവർ പറഞ്ഞത് എന്താണെന്നറിയോ? അന്ന് അൻവർ പറഞ്ഞത് ഈ ADGP പോയത് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞോളൂ. അല്ല, അൻവർ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഒരു കാലത്ത് വേദവാക്യമായിരുന്നു. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് വേദവാക്യമാണല്ലോ. എല്ലാം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇത് കൂടെ അന്വേഷിക്കൂ. അല്ല, ഇത് വേദവാക്യമാക്കിയ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് എന്റെ ചോദ്യം. ഇപ്പൊ കറക്റ്റായി. അല്ല, അൻവറിന്റെ ഒരു ആരോപണം മാത്രമല്ല, സകല ആരോപണങ്ങളും അന്വേഷിക്കുക, അതിനുള്ള ആർജവം കാണിക്കുക. ഞങ്ങൾക്കെതിരെ അൻവറിന്റെ ആരോപണമില്ലേ? കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അൻവർ ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? അതും അന്വേഷിക്കുക. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നേ, അതുകൂടെ അന്വേഷിക്കണം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. 2, RSS നേതാവുമായുള്ള ഹൊസപിള്ളയുമായിട്ടുള്ള ADGPയുടെ മീറ്റിംഗ് ഏറ്റവും ആദ്യം തുറന്നു കാട്ടിയത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്, പ്രതിപക്ഷം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ കാലം അത്രയും സമരം ഏറ്റെടുത്തതും അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും അടിക്കടി വെളിയിലേക്ക് വിടുന്നതും വെളിവാക്കപ്പെടുന്നതും പ്രതിപക്ഷ നേതാവിലൂടെയാണ്, കോൺഗ്രസിലൂടെയാണ്, സംശയമൊന്നും വേണ്ട. 2, ഇപ്പൊ അൻവറാണ്. ആ ക്രെഡിറ്റ് അൻവറിനല്ല, ഞങ്ങൾക്കാണെന്നാണ് നിങ്ങളുടെ ഭാവം അല്ലേ? അല്ല, അൻവർ പറഞ്ഞ കുറെ കാര്യങ്ങളുടെ ക്രെഡിറ്റ് നിങ്ങൾ ഏറ്റെടുത്തിരുന്നല്ലോ ഒരു കാലത്ത്. അൻവർ എവിടെ നിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കടന്നലുകളുടെ രാജാവായിരുന്നല്ലോ. സൈബർ കടന്നൽ കൂട്ടത്തിന്റെ നിയന്ത്രണം അൻവറിന്റെ കയ്യിലല്ലായിരുന്നു. നമുക്കറിയാലോ. ശ്രീ ശരത്, എന്തിനാണ് നമ്മൾ കണ്ണടച്ചിരിക്കുന്നത്? അല്ല, ആ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ആരാധീനം സ്വീകാര്യമായിരുന്നു. അല്ല, ഇപ്പോഴത്തെ നിങ്ങളുടെ സ്വീകാര്യതയെ കുറിച്ചാണ് എന്റെ ചോദ്യം. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ക്രെഡിറ്റ് അവകാശം തർക്കം ഉന്നയിക്കുന്നു.
അതാണ് ഞാൻ ചോദിച്ചത്. ഈ മുമ്പ് ADGPയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് തന്നെ അത് നൽകണമെന്ന് വസന്ത് ശാഠ്യം പിടിക്കുന്നു. അത് അൻവർ തയ്യാറല്ല. അന്ന് അൻവർ പറഞ്ഞത് അത് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടാണ് ഈ ADGP പോകുന്നത്, എന്നിട്ടത് മുഖ്യമന്ത്രിയുടെ ചുമലിൽ ചാരാൻ നോക്കുന്നു എന്നൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇന്ന് KT ജലീൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുന്നു. ഒരാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞ അൻവർ പറഞ്ഞതിൽ കാര്യങ്ങൾ ഉണ്ടെന്നാണ്. നാളെ ജലീൽ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ രീതിയിൽ ജലീലിനെ തള്ളി പറയും. അത്രേ ഉള്ളൂ. ജലീലിന്റെ വാർത്താ സമ്മേളനത്തെ വ്യക്തമായി വസന്ത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. ആരാണ് ജലീലിന്റെ വാർത്താ സമ്മേളനം ഇങ്ങനെ ആയിരുന്നില്ല, താങ്കൾ പറഞ്ഞ പോലെ അല്ല. അല്ലല്ല, അൻവറും ഇതേ പണിയാണല്ലോ ചെയ്യുന്നത്. അൻവർ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി എനിക്ക് വിശ്വാസമുണ്ടെന്നാണല്ലോ. പിന്നീടാണല്ലോ അദ്ദേഹത്തിന് അതിൽ വിശ്വാസ കുറവുണ്ടായി അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വരും. ജലീൽ ഒരാഴ്ച മുമ്പെന്നാണ് പറഞ്ഞത്. ജലീൽ ഒരാഴ്ച മുമ്പെന്നാണ്. അല്ല, ഇന്ന് നിങ്ങൾ ജലീലിനെ വല്ലാതെ കോട്ട് ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജലീലിന്റെ ഒരാഴ്ച മുമ്പത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അൻവർ ഈ പ്രശ്നങ്ങൾ പറയുന്ന ആദ്യ ആഴ്ചയിൽ ജലീലിന്റെ സ്റ്റേറ്റ്മെന്റ് അൻവർ പറയുന്നത് ഒട്ടുക്കുമേ ശരിയാണ് എന്നല്ലേ? അതിനുശേഷമാണല്ലോ ഇപ്പോ ജലീൽ അപ്പാടെ മലക്കം മറിഞ്ഞ് ഇതാ ഞാനൊന്നും കേട്ടിട്ടില്ല, അൻവർ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ക്യാമ്പിന്റെ വക്താവായി മാറുന്നത് ഇപ്പോഴാണല്ലോ നമ്മൾ കാണുന്നത്. നാളെ അടുത്ത ആഴ്ച ഇതേ ജലീൽ എന്റെ ചോദ്യത്തിലേക്ക് കൂടി വന്നാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സമ്മേളനമൊക്കെ വിളിച്ച അതിശയപ്പെടാനില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ ക്രെഡിറ്റിന്റെ കാര്യമൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ആശയപരമായി ഇടതുപക്ഷത്തിനുണ്ടായ വീഴ്ചയെ പറ്റിയാണ്, ആ ചോർച്ചയെ പറ്റിയാണ്, നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയാണ്. RSS ഇപ്പോ എന്താണ് RSS നേതാവിനെ കണ്ടത് എന്തിനെ പറ്റിയാണ് എന്ന് പറയാനാണ് ഇടതുപക്ഷത്തെ ഒരു MLA പോലും എന്നോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് കണ്ടതിൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. പക്ഷെ CPIക്ക് അത് തോന്നുന്നുണ്ട്, ആനി രാജയ്ക്ക് അത് തോന്നുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്താണ് സാർ, ഒരുപാട് ചർച്ച ചെയ്തു, സഭയിലേക്ക് വന്നു. ഏതായാലും ഈ വിഷയത്തിന്റെ അവസാന പോയിന്റിലേക്ക് ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ വസന്ത് പറഞ്ഞത് വെച്ച് ഇടതുപക്ഷത്തിന്റെ പോരായ്മകളാണ് അവരുടെ പ്രശ്നം, അത് ചൂണ്ടിക്കാട്ടാനാണ് ശ്രമിക്കുന്നത്. ആ നിലയിൽ അത് ജലീലിനെയും കോട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ച ഒരു ഭാഗം താങ്കളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വരുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥ, ഒരു സ്ഥിതി അടിയന്തര പ്രമേയത്തിന് ശേഷം എന്താണ്? പ്രേംകുമാർ ചുരുക്കി വേണം പ്ലീസ്. ഇടതുപക്ഷത്തെ യഥാർത്ഥ ഇടതുപക്ഷമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അർത്ഥശൂന്യമാണ് എന്ന് ഞാനിവിടെ പ്രത്യേകം പറയുന്നില്ല. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ജമാഅത്തെ ഇസ്ലാമിയും BJPയും ചേർന്നാണ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ ഒറ്റ മുന്നണിയായി മത്സരിച്ചത്. അവിടെ 7000-ൽ പരം വോട്ടിന് മുഹമ്മദ് യൂസഫ് തരിഗാമി ജമ്മു കാശ്മീരിൻ്റെ മനം കവർന്ന് വിജയിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നാം കണ്ടത്. തീവ്ര വലതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും ഒരുമിച്ച് നിന്ന് കേരളത്തിലെ എല്ലാ ശക്തികളും ചേർന്ന്, വർഗീയ ശക്തികളും ചേർന്ന് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വളയം ചെയ്യുന്ന ഒരു സന്ദർഭമാണിത് എന്ന് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജമ്മു കാശ്മീരിൽ ഭരണഘടനയുടെ പ്രത്യേകമായിട്ടുള്ള വകുപ്പ് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത് അവിടെയുള്ള നേതാക്കളെ തുറുങ്കലിൽ അടച്ചപ്പോൾ അവിടേക്ക് പോയത് CPIഎമ്മിൻ്റെ നേതാവ് സീതാറാം യെച്ചൂരിയാണ്. UPയിൽ പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിലും ദളിത് വിഭാഗത്തിലും പെട്ട, വിശേഷിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ അവരുടെ വീടും അതുൾപ്പെടുന്ന ചേരികളും തകർക്കാൻ ശ്രമിച്ചപ്പോൾ ആ ബുൾഡോസർ രാജിനെതിരായി ആർജവത്തോടുകൂടി പ്രതിരോധമുയർത്തിയത് ആരാണ് എന്ന് നമ്മൾ കണ്ടു. വൃന്ദാക്കാരാട്ടും CPIഎമ്മുമാണ്. CAA വന്നപ്പോൾ അതിനെതിരായി ഡൽഹിയിൽ കോൺഗ്രസ് നടത്തുന്നതിന് മുമ്പ് ശക്തമായ പ്രതിഷേധം നടത്തിയതും പ്രക്ഷോഭം നടത്തിയതും ആ തെരുവിൽ അറസ്റ്റ് വരിച്ചതും ആരാണ് എന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കളാണ് എന്ന് ജനങ്ങൾ കണ്ടു. 4 വോട്ടിന് വേണ്ടിയിട്ടല്ല. സംഘപരിവാറിനെതിരായിട്ടുള്ള ശരിയായ നിലപാട് എക്കാലത്തും കേരളത്തിലും ഇന്ത്യയിലും ഉയർത്തിപ്പിടിക്കുന്നത് CPIഎമ്മും ഇടതുപക്ഷവുമാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം, 218 പേരെ കേരളത്തിൽ നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് CPIഎം. നേമത്തെ സീറ്റ് UDF നിലവിലുണ്ടായിരുന്ന സീറ്റ് UDFന്റെ വോട്ട് കുറഞ്ഞ് അവിടെ BJP ജയിച്ചപ്പോൾ തിരിച്ചു പിടിക്കും എന്ന് പറയുകയും ആ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറയുകയും ചെയ്ത കേരളത്തിന്റെ ആർജവമുള്ള നേതാവാണ് പിണറായി വിജയൻ. ആ വാക്ക് പാലിച്ചു. സ്വാഭാവികമായും വർഗീയതയ്ക്കെതിരായി സ്വീകരിക്കുന്ന നിലപാടിൽ ആ യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് ഈ സർക്കാർ. അതിൻ്റെ രാഷ്ട്രീയവും വിവാദവും എല്ലാം ഞാൻ മാറ്റിവെച്ചിട്ടാണ് പറയുന്നത്. 1 മാസം പരിശോധനയ്ക്കായി നൽകുന്നു. ആ 1 മാസത്തിനകം റിപ്പോർട്ട് വരുന്നു, തൊട്ടടുത്ത ദിവസം നടപടി വരുന്നു. ആ നിലയിൽ നൽകിയൊരു ഉറപ്പ് പാലിച്ചു എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് കേരളം നിൽക്കുന്നത്, യാതൊരു സംശയവുമില്ല. അതിൻ്റെ രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വളരെ ചുരുക്കത്തിൽ ഒന്ന് ക്വിക്കായി റെസ്പോണ്ട് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണം. അതായത് ഈ കമറുദ്ദീൻ്റെ സ്വർണ്ണ തട്ടിപ്പ് മുതൽ ഇങ്ങോട്ട് സ്വർണ്ണക്കടത്ത് വരെയുള്ള വിഷയങ്ങൾ കടന്നു വന്നത് ലീഗിനെ വല്ലാതെ പിന്നോട്ട് വലിച്ചോ
വിശേഷിച്ച് ഞങ്ങളുടെ തന്നെ കൈരളി ന്യൂസിൻ്റെ വാർത്തയാണ് കൊടുവള്ളിയിലെ ഈ സ്വർണ്ണക്കടത്തുകാർ കൂടി പങ്കാളികളാവുന്നൊരു ഗവേണിംഗ് കൗൺസിലിൽ MK മുനീർ എന്ന സ്ഥലം MLA പങ്കാളിയായിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ഞങ്ങൾ നൽകിയ നിരന്തര വാർത്തകൾ ഒരു 3-4 തെളിവ് സഹിതം ഞങ്ങൾ വാർത്ത ചെയ്തത് ഇന്ന് നിയമസഭയിൽ ചർച്ചയായി വന്നു. അദ്ദേഹം അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് എത്രമാത്രം സാധിച്ചു, അതോ അദ്ദേഹം അതിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നതാണോ കണ്ടത്? ലീഗും ഈ സാഹചര്യങ്ങൾ അവരെയും സഭയിൽ വല്ലാതെ ബാധിച്ചതായി താങ്കൾക്ക് തോന്നിയോ? അത് ശ്രദ്ധേയമായിരുന്നു. PJ കുട്ടൻ്റെ ആ വാർത്താ പരമ്പരയായിട്ട് തന്നെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് വന്നത്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു. ഇപ്പോൾ അവിടെ ഈ ലീഗിൻ്റെ പ്രശ്നത്തിൽ ലീഗ് മാത്രമല്ല അശ്വരത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പിന്നെ നിരന്തരമായ കക്ഷി രാഷ്ട്രീയ ആരോപണങ്ങൾ, കേവലമായ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ആകെ തന്നെയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ നല്ല മാരകമായ പ്രഹരം കിട്ടിയത്. അത് ഇതുകൊണ്ട് തന്നെയാണ് വസന്ത, ഇതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. എന്താണെന്നറിയാമോ? ഈ കേവലം കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ടുള്ള മാത്രമുള്ള ആരോപണങ്ങൾ, അതിന് യാതൊരുവിധ സ്റ്റഫും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എളുപ്പം പൊളിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ പൊളിച്ചെടുക്കുന്നതിന് ഭരണപക്ഷത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല ഇന്നത്തെ അവിശ്വാസ പ്രമേയ. നിശ്ചയമായും ഏതായാലും ഈ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ആത്മവിമർശനത്തിന്, ആത്മപരിശോധനയ്ക്ക് പ്രതിപക്ഷ നേതൃത്വം തയ്യാറാകുമെന്ന് വിചാരിക്കാം. കാരണം ഉള്ളടക്കം ഇല്ലാത്ത വിവാദങ്ങൾ, നിലനിൽപ്പില്ലാത്ത വിവാദങ്ങൾ, അത് തങ്ങളുടെ തന്നെ നിലനിൽപ്പിനെ വല്ലാതെ ദുർബലപ്പെടുത്തും എന്ന തിരിച്ചറിവിലേക്ക് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം UDF പോവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം പതിവ് പോലെ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച കഴിയുമ്പോഴും വളരെ സജീവവും ശക്തവുമായി നമ്മുടെ പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് നേടി എന്ന ചോദ്യത്തിന് മുമ്പിൽ വലിയ നിരാശ പകരുന്നതായിരുന്നു പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച എന്ന ഒരു പൊതുബോധം വളരെ ശക്തമായി നമ്മുടെ നാട്ടിൽ അത്രമേൽ നിൽക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.